വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ വിവാദങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ SNDPയുടെ മുഖമാസികയിൽ വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. അതിൽ 5 മുസ്ലിങ്ങളാണ്. ഇത് ഇടത് വലത് കേന്ദ്രങ്ങളുടെ മുസ്ലിം പ്രീണനത്തെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് എന്നാണ് അദ്ദേഹം ഈ മുഖമാസികയിലൂടെ എടുത്തു പറയുന്നത്. അതിനോട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവാനും തയ്യാറാണ് എന്നുള്ളത്. ഈ ഒരു പ്രസ്താവന വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി, മീഡിയ വൺ, സകല സംഘടനകളും കൂട്ടത്തോടെ ശക്തമായിട്ട് ഇദ്ദേഹത്തിനെതിരെയായിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യും. ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, യാഥാർത്ഥ്യമില്ലേ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് 9 രാജ്യസഭാ സീറ്റുകളിൽ 5 മുസ്ലിങ്ങൾക്കാണ് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. 5 മുസ്ലിങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് ഈ ഒരു വിഷയത്തെ നോക്കുകയാണെങ്കിൽ ഈ 5 MP-മാർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വലിയ മികവോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ചെയ്യുന്ന വലിയ മെറിറ്റുള്ള ആളുകളായിരുന്നെങ്കിൽ നമുക്ക് ഇവരുടെ മതമൊന്നും നോക്കേണ്ടായിരുന്നു. അതേസമയം ഇവർക്ക് എടുത്തു പറയത്തക്ക വലിയ മികവുകൾ നമ്മൾ ആരും തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ 5 സീറ്റുകൾ ഇടത് വലത് കേന്ദ്രങ്ങൾ മുസ്ലിംസിന് കൊടുത്തത് അത് പ്രീണനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഏത് സുബോധമുള്ള വ്യക്തിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അപ്പോൾ ജനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ കണക്കനുസരിച്ച് ജനത്തിൻ്റെ കണക്കൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഒരിക്കലും മുസ്ലിം വിഭാഗത്തിന് ഇത്ര MP-മാർ കിട്ടുമായിരുന്നോ? നമ്മുടെ കേരളത്തിൽ ആരാണ് ഏറ്റവും കൂടുതലുള്ളത്, അതിൻ്റെ താഴത്ത് ആരാണുള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിലും ഈ 5 കൊടുത്തത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത്, ഈ മുസ്ലിങ്ങളുടെ പേരിൽ ഈ 5 സീറ്റോ ഈ 5 MP സീറ്റൊക്കെ വാങ്ങിയെടുത്തിട്ട് ഇത്തരം ആളുകൾ, തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് സംഘടനകൾ, ഇവരുടെ നേതാക്കന്മാരൊക്കെ സുഖിച്ച് ജീവിക്കുക എന്നല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഈ MP ഒന്നും കിട്ടിയത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇതൊക്കെ വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് നമുക്കിത്ര വേണം എന്നൊക്കെ പറയുന്നത് അത് ചില അധികാര കേന്ദ്രത്തിനും പല രീതിയിൽ നമ്മുടെ സൊസൈറ്റിയെ ഭിന്നിപ്പിക്കാനുള്ള ആഗ്രഹം വെച്ചിട്ടാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ പറയാറുള്ളത് എന്ന് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയണം. ഈ ഇത്രയും MP-മാർ വന്നിട്ട് സാധാരണ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇവർ സുഖിച്ച് ജീവിക്കുമെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ? ഇവിടെ മുത്തലാഖൊക്കെ ഒന്ന് നിരോധിച്ചിട്ട് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഈ മതത്തിൻ്റെ പേരും മുതലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെ കൊണ്ട് സാധാരണ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇനി അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. അതിലും വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്താണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിലൊക്കെ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിനെയൊക്കെ പിന്തുണച്ച ഇടത് വലത് കേന്ദ്രങ്ങൾ വരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻസ് എന്നല്ല, സുബോധമുള്ള സകല ആളുകളും, അത് മുസ്ലിംസിലുള്ള ആണെങ്കിലും ക്രിസ്ത്യൻസിലുള്ള ആളുകളാണെങ്കിലും സകല മതങ്ങളിലുള്ള ആളുകളും മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യും. ഒരു ഭീകര സംഘടനയൊക്കെ അനുകൂലിച്ച് ഇവിടെ ഇടത് വലത് കേന്ദ്രങ്ങൾ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ സകല ആളുകളും തൃശ്ശൂരിൽ എന്നല്ല കേരളത്തിൽ ഉടനീളം വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് ഇത്ര തെറ്റ്? മുസ്ലിങ്ങളോട് പറയാനുള്ളത്,
ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പേരിൽ കുറേ സീറ്റൊക്കെ വാങ്ങിയിട്ട് ഇവർ വലിയ രീതിയിൽ അധികാരത്തിൽ വന്നാൽ അത് നമ്മുടെ പൊതുസമൂഹത്തിന് അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തിരിച്ചറിയുകയും വേണം.